everyone, welcome back to Silent Learning. It's me, Jamshad. You can call me Cherry. Today, നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു അമേരിക്കൻ അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇവരെ പോലെ സംസാരിക്കാൻ പറ്റുന്നതിനുള്ള 3 ടിപ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എങ്ങനെയാണ് അവർ പ്രൊനൗൺസ് ചെയ്യാറുള്ളത്? നോ ഗൈസ്, പ്രൊനൗൺസ് അല്ല, പ്രൊനൗൺസിയേഷൻ. എക്സാക്ട് ഈ ഒരു സ്പെല്ലിംഗ്, ആക്ച്വലി സ്പെല്ലിംഗ് തെറ്റാണ്. ഇത് നിങ്ങൾക്ക് ആ ഒരു എക്സാക്ട് സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു സ്പീക്കിംഗ് സ്കില്ല് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള എക്സാക്ട് സ്പെല്ലിങ്സ് അല്ല. ഇതിന്റെ ആ ഒരു സ്പെല്ലിംഗ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇത് ആക്ച്വലി പ്രൊനൗൺസിയേഷൻ എന്നാണ് പറയേണ്ടത്. അപ്പോൾ എങ്ങനെ നമുക്ക് നേറ്റീവ് സ്പീക്കേഴ്സിനെ പോലെ സംസാരിക്കാം എന്നുള്ളതിനുള്ള ഒരു 3 ടിപ്സ് ആണ് പറയാൻ പോകുന്നത്. എക്സാക്ട് അവരെ പോലെ സംസാരിക്കണമെങ്കിൽ നല്ല പ്രാക്ടീസും ഹാർഡ് വർക്കും അതുപോലെ തന്നെ നന്നായിട്ട് അവരുടെ സൗണ്ടുകളൊക്കെ ധാരാളം, അവരുടെ സ്പീച്ചസ് കാര്യങ്ങളൊക്കെ നന്നായി കേട്ട് കഴിഞ്ഞ് നമ്മൾ ട്രൈ ചെയ്താൽ മാത്രമേ അതിലേക്ക് എത്തുകയുള്ളൂ. എന്നാലും അതിനുള്ള ഒരു ചെറിയൊരു കുറുക്ക് വഴിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ആ ഒരു 3 ടിപ്സ് എന്നുള്ളത്. ഈ ഒരു കുറഞ്ഞ വീഡിയോയിൽ, ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഒരിക്കലും അത് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ഇതിന്റെ പാർട്ട് 2 കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇതിന്റെ ഇനിയുള്ള ധാരാളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല വീഡിയോസും നമ്മുടെ ഈ ഒരു ചാനൽ ഇടുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറന്നു പോരുത്. ഓക്കെ, അതിന്റെ പ്രൊനൗൺസിയേഷൻ, ആ ഒരു പ്രൊനൗൺസിയേഷൻ കുറച്ചുകൂടി നേറ്റീവ് സ്പീക്കേഴ്സിനെ പോലെ ആക്കാൻ വേണ്ടിയുള്ള 3 ടിപ്സ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടിപ്പ്, ഓക്കെ, കണക്ട് വേർഡ്സ്. ഇത് ആക്ച്വലി നമ്മുടെ ലാംഗ്വേജിൽ ചെയ്യുന്ന ഒരു സാധനമാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നോക്കിക്കോ. ഞാൻ പോയാൽ, ഇത് ഞാൻ പോയാൽ അല്ലെങ്കിൽ പോവുകയാണെങ്കിൽ എന്നൊക്കെ നമ്മൾ കറക്റ്റ് നമ്മൾ യൂസ് ചെയ്യാറാണ്. ഞാൻ പോയാൽ എന്നല്ല പറയാറുള്ളൂ. കുഞ്ഞൊരു എക്സാമ്പിൾ, ഞാൻ പോയാൽ നമ്മൾ കറക്റ്റ് മലയാളികൾ പറയുന്ന ഞാൻ പോയാൽ മീൻസ് ആക്ച്വലി അതുപോലെ ധാരാളം വേർഡുകൾ നമ്മൾ മിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് വേർഡുകൾ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു വേർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 കോൺസണന്റ് സൗണ്ടുകൾ, ക എന്ന് പറയുന്ന 2 കോൺസണന്റ്. വവൽ സൗണ്ട് നിങ്ങൾക്കറിയാം, വവൽ സൗണ്ട് അല്ലാത്ത എല്ലാ സൗണ്ടും കോൺസണന്റ് സൗണ്ടാണ്. 2 കോൺസണന്റ് സൗണ്ടുകൾ അടുപ്പിച്ച് വരുന്ന സമയത്ത്, we can mix it. നമുക്കത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. അതായത് ബ്ലാക്ക് കോഫി എന്ന് പറയേണ്ട ആവശ്യമില്ല, ബ്ലാക്ക് കോഫി അത് ഒറ്റൊന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ബ്ലാക്ക് കോഫി. കാരണം രണ്ടും കോൺസണന്റ് സൗണ്ട് ആണ്. ഓക്കെ, രണ്ടിനെയും കൂട്ടി അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മൗത്തിൽ വരുന്ന സമയത്ത്, പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം സെയിം സ്ഥലത്ത് തുടങ്ങുന്ന പ്രൊനൗൺസ് ചെയ്യുന്ന വാക്കുകൾ ഉണ്ടായിരിക്കും. വാട്ട് ടു ഡു, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ. രണ്ടിന്റെയും എക്സാക്ട് നാവ് കൊള്ളുന്ന സ്ഥലം ആ പല്ലിന്റെ ബാക്കിലുള്ള സ്ഥലമല്ലേ, ആ ഒരു സ്ഥലത്ത് തന്നെയാണ്, ഏകദേശം സെയിം സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ആ ഒരു പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടങ് ടച്ച് ആവുന്നത്. അതുപോലത്തെ വേർഡുകളും നമുക്ക് എന്താക്കാം, മിക്സ് ആക്കാം. വാട്ട് ഡു എന്ന് പറയേണ്ടതില്ല, വാട്ട് ഡു എന്ന് നമുക്ക് എന്താക്കാം, വളരെ കണക്ട് ചെയ്തുകൊണ്ട് അങ്ങോട്ട് പറയാൻ പറ്റും. വാട്ട് ഡു. ഓക്കെ, സെറ്റ് ആണല്ലോ. ഓക്കെ, വാട്ട് ഡു എന്ന് പറയാൻ പറ്റും. ഇനി അടുത്തൊരു വേർഡാണ്, ഒരു കോൺസണന്റ് സൗണ്ടും ഒരു വവൽ സൗണ്ടും ഇങ്ങനെ അടുത്ത് വരുന്ന സമയത്ത്, നോട്ട് അറ്റ് ഓൾ. ഓക്കെ, ഇവിടെ ഇത് കോൺസണന്റ് സൗണ്ട് ആണ്, ഇതൊരു കോൺസണന്റ് സൗണ്ട് ആണ് ട് എന്നുള്ളത്. എ എന്നുള്ളത് എന്താണ്, ആക്ച്വലി അറ്റിന്റെ എ എന്ന് പറയുന്നത് വവൽ സൗണ്ട് ആണ്. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താക്കാൻ പറ്റും, മിക്സ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ ഒരു വേർഡിനെ, എ എന്നുള്ള ആ വേർഡിനെ കംപ്ലീറ്റ് ഒഴിവാക്കിക്കൊണ്ട് തന്നെ പറയാൻ പറ്റും. നോക്കിക്കോ, വവൽ സൗണ്ടും കോൺസണന്റ് സൗണ്ടും വരുന്ന സമയത്ത് നമുക്ക് ചേർത്ത് അങ്ങോട്ട് പറയാൻ പറ്റും. യെസ്, നോക്കിക്കോ, നോട്ട് അറ്റ് ഓൾ. യെസ്, ഇങ്ങനെ പറഞ്ഞേ, നോട്ട് അറ്റ് ഓൾ. അങ്ങനെ ഭയങ്കര ആ ഒരു ഫ്ലോയിൽ നോട്ട് അറ്റ് ഓൾ എന്നൊന്നും ഒരിക്കലും ഒരു നേറ്റീവ് സ്പീക്കർ പറയില്ല. നോട്ട് അറ്റ് ഓൾ എന്ന് പറയില്ല, നോട്ട് അറ്റ് ഓൾ. അവിടെ എനെ നമ്മൾ കട്ട് ചെയ്തതുപോലെ നമുക്കൊരു ഫീൽ ഉണ്ടായിരിക്കും. ആക്ച്വലി കണക്ട് വേർഡ്സ് എന്നുള്ള സെഗ്മെന്റിൽ നമുക്ക് എത്രയാണ് പറയാനുള്ളത്? 2ാമത്തെ ടിപ്സ്. ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. സെക്കൻഡ് ടിപ്സ് ആണ് സ്ക്വീസ് വേർഡ്സ്. ചില വേർഡുകൾ നമ്മൾ എന്താക്കാണ്, സ്ക്വീസ് ചെയ്യുകയാണ്, അതിനെ അങ്ങോട്ട് ഒഴിവാക്കുകയാണ്, ചില വേർഡ്സ് കംപ്ലീറ്റ് അങ്ങോട്ട് ഒഴിവാക്കുകയാണ്. ഇവിടെ കണ്ട ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് കംഫർട്ടബിൾ. ഓക്കെ, ഇത് കംഫർട്ടബിൾ എന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രൊനൗൺസ് ചെയ്യാൻ പാടില്ല. യെസ്, ഇവിടെ ഈ ഒരു ഓർ എന്നുള്ള ഈ ഒരു വേർഡിനെ നമ്മൾ എന്താക്കുകയാണ്, സ്ക്വീസിങ്. വി ആർ സ്ക്വീസിങ് കംഫർട്ടബിൾ. ഇത് മെജോറിറ്റി ഓഫ് വേർഡുകൾ നമുക്ക് ഇങ്ങനെ സ്ക്വീസ് ചെയ്യപ്പെടേണ്ട ചില വേർഡുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. കംഫർട്ടബിൾ, ഇതിന്റെ എക്സാക്ട് ആ ഒരു നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന ആ ഒരു വേർഡിലേക്ക് വരുന്ന സമയത്ത് കംഫർട്ടബിൾ.
ഇത്രയും എഴുതുമ്പോഴേക്കും ഏകദേശം ഇതിന്റെ എക്സാക്ട് പ്രൊനൗൺസിയേഷൻ നമുക്ക് കിട്ടുകയാണ് കംഫർട്ടബിൾ. അവിടെ ഓർ കംഫോർട്ടബിൾ എന്നൊന്നും നമ്മൾ ഒരിക്കലും കംഫർട്ടബിൾ ഇങ്ങനെ പറയാം. ഇനി അടുത്തൊന്നാണ് ഇൻട്രസ്റ്റിംഗ്. ഇത് ഒരിക്കലും ഇൻട്രസ്റ്റിംഗ് അല്ല. ഇതിന്റെ കറക്റ്റ് സിലബിൾ നോക്കുകയാണെങ്കിൽ, ഇതിന്റെ സിലബിളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതാകെ ഇൻ എന്നുള്ളത് ഒരു സിലബിള്, ടെ എന്നുള്ളത് മറ്റൊരു സിലബിള്, അതുപോലെ തന്നെ സ്റ്റിങ് റെസ്റ്റ് എന്നുള്ളത് ഒരു സിലബിൾ, ടിങ് എന്നുള്ളത് മറ്റൊരു സിലബിൾ. ടോട്ടൽ 4 സിലബിള് ഇതിനെ 4 പാർട്ടായിട്ട് നമുക്ക് ഭാഗിക്കാമെങ്കിലും അതിന്റെ എക്സാക്ട് പ്രൊനൗൺസിയേഷനിലേക്ക് വരുന്ന സമയത്ത് അത് 3 ഭാഗമായിട്ട് ചുരുങ്ങുന്നുണ്ട്. നോക്കിക്കോ, ദാ പിടിച്ചോ. അത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻ എന്നുള്ളത് ഒന്ന്, ട്രേ എന്നുള്ളത് മറ്റൊന്ന്, ട്രേ, സ്റ്റിങ്, ഓക്കെ, സ്റ്റിങ്. ഇത്രയും 3 സിലബിളിലേക്ക് അത് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത്, ഒരിക്കലും എഴുതുന്ന സമയത്ത് അതിന്റെ സിലബിൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിലും വിശദീകരിക്കുകയാണെങ്കിലും അത് 4 ആയിട്ട് തന്നെ കിടക്കും. പക്ഷെ അത് പ്രൊനൗൺസിയേഷനിലേക്ക് വരുന്ന സമയത്ത് ഇൻട്രസ്റ്റിംഗ് 3 സിലബിൾ മാത്രമേ ഉണ്ടായിരുള്ളൂ. ആ ഒരു സിലബിളിനെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു വേർഡാണ് ആക്ച്വലി എവറി. ഇതുമാണെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും, ആ ഒരു വേർഡ് അല്ല ലെറ്റർ. അടുത്തൊരു സെഗ്മെന്റ് വരുന്നുണ്ട്, തേർഡ് ഒരു ടിപ്പ് വരുന്നുണ്ട്, അതിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ. കാരണം ഒരു ലെറ്റർ മാത്രമേ ഇത് കട്ട് ചെയ്യുന്നുള്ളൂ. ഈ എന്നുള്ള ലെറ്ററിനെ കംപ്ലീറ്റ് നമ്മൾ എന്താക്കണം, കട്ട് ചെയ്യാണ്. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് എവറി എന്ന് മാത്രമാണ്, എവരി എന്നൊന്നും ഒരിക്കലും പറയില്ല. ഓക്കെ, അപ്പോൾ ധാരാളം ഇതുപോലത്തെ ഫ്രീ നോട്ട്സിന് വേണ്ടി നമുക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ആ ലൈവ് ക്ലാസ്സുകളൊക്കെ നോട്ട്സിന് വേണ്ടിയിട്ടും നിങ്ങൾ കംപ്ലീറ്റ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിടുക. കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പിലേക്ക് കിടക്കുകയാണ്. നോക്കി, സ്ക്വീസ് ലെറ്റേഴ്സ്. ചില ലെറ്റേഴ്സ് തന്നെ കംപ്ലീറ്റ് അങ്ങോട്ട് സ്ക്വീസ് ചെയ്യുക, അതങ്ങോട്ട് അഞ്ഞക്കി പിഴിയുക എന്നൊക്കെ പറയാൻ പറ്റും. ആക്ച്വലി നമ്മൾ അതങ്ങോട്ട് ഒഴിവാക്കുകയാണ്. ഇത് നോക്കിക്കോ, ഈ ഒരു ലെറ്റേഴ്സ്, ഇത് ആക്ച്വലി എല്ലാ വേർഡുകളിലും നമ്മൾ എന്താക്കുന്നില്ല, അപ്ലൈ ചെയ്യുന്നില്ല. ചില സ്പെസിഫിക് ആയിട്ടുള്ള വേർഡുകളിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നോക്കി. യെസ്, ഇവിടെ ഇതിന്റെ ഒരു പ്രൊനൗൺസിയേഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺട്രി എന്നുള്ളതിൽ ഈ ഒരു TRന്റെ പ്രൊനൗൺസിയേഷൻ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ CH ആയിട്ട്. ഇത് ആക്ച്വലി CH ആയിട്ടും ആ ഒരു അവസാനത്തേക്ക് ട്രീ എന്നുള്ള സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൺട്രി എന്നതിന്റെ കൺട്രി എന്താണ്, കൺട്രി എന്നുള്ള ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറുകയാണ്. അതുപോലെ തന്നെ 100 എന്നുള്ളത് ഒരിക്കലും 100 എന്ന് പറയില്ല. നമ്മൾ നേരെ DR എന്നുള്ള ഈ ഒരു വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ JR ആയി മാറുന്നുണ്ട്. 100. എങ്ങനെയാ, 100 എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ജിജു. ഇവിടെ നോക്കിക്കോ, ഈ ഒരു ഡിയും യുവും കൂടി മിക്സ് ആവുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവരുന്ന ഒരു പ്രൊനൗൺസിയേഷൻ ജെ എന്നുള്ള ആ ഒരു പ്രൊനൗൺസിയേഷൻ ആണ് ജിജു. Did you do that? ആ ജെ സൗണ്ട് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് സ്ക്വീസ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു 3ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. ഇതുപോലത്തെ ടിപ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സ്പീക്ക് ലൈക്ക് പ്രോ നേറ്റീവിനെ പോലെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നാണ് കരുതുന്നത്. ഇത് മാത്രമല്ല, ഇതിന്റെ പാർട്ടുകളായിട്ടുള്ള മറ്റു പാർട്ട് വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണേണ്ടിയിരിക്കുന്നുണ്ട്. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി മറ്റു ടിപ്സുകൾ വരാനുണ്ട്. അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പ്രൊനൗൺസിയേഷൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പെൻസിലോ പെന്നോ വെച്ചിട്ട് വായിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ സെഷനും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവുന്നു തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. യെസ്, ഇതുപോലത്തെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. Until then, it's a bye. Thank you.